ഇന്ന് സൺഡേ അല്ലേ, നമുക്കൊന്ന് പുറത്തു പോയാലോ? അങ്ങനെ ഒരു ഉച്ചയൂണൊക്കെ കഴിഞ്ഞപ്പോൾ കേട്ടോ നമുക്കിങ്ങനെ ഒരു ബോധം വന്നത്. അപ്പോൾ പകുതി ഉറങ്ങി തന്നിട്ടെന്നെ കുത്തി വിളിച്ച് ഞാൻ ചോദിച്ചു കേട്ടോ, എന്നെ ഒന്ന് ചെറായിക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ആളും ഓക്കെ കേട്ടോ, ഇത് തന്നേൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ, നമുക്കൊരു ദൂരം തരത്തില്ല. പിന്നെ ഞാനും തിരിച്ചങ്ങനെയായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഒരുപാട് കുറ്റം പറയാനും പറ്റില്ല. അതുകൊണ്ട് ഞാനിതൊക്കെ ക്ഷമിച്ച് വിടും കേട്ടോ. അങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും കഴിയാത്തതുകൊണ്ട് തന്നിട്ട് നിക്കിളിയാക്കി വിട്ടോ, ഇനി നിന്നെ ഏരിയ കാണരുതെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ. നമുക്ക് ഒരുപാട് ദൂരം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ദൂരമൊന്നുമില്ല കേട്ടോ, എന്നാൽ ദൂരം ഉണ്ടതാണ് അങ്ങനെ വേണം കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. ഈവനിങ് ആയതുകൊണ്ട് വലിയ ക്ലൈമറ്റിൻ്റെയും വെയിലിൻ്റെയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറായാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. എനിക്ക് ഈ വഴികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കൊരു വെയിലൊക്കെ കാറിക്കഴിഞ്ഞ് ഒരു ഈവനിങ് വാക്ക് അല്ലെങ്കിൽ ഒരു റൈഡൊക്കെ പോകാൻ വേണ്ടി നല്ല സ്ഥലങ്ങളാണ് കേട്ടോ അത്. പക്ഷേ ചെറായി എത്തിയിട്ട് ഞങ്ങളവിടെ നിർത്തിയൊന്നുമില്ല. കാരണം അവിടെയും വരെ എത്തിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുഴിപ്പള്ളി പോകാമെന്ന്. അവിടെ എത്തിയപ്പോൾ കേട്ടോ സ്പോട്ടിൽ നമ്മുടെ തീരുമാനങ്ങളൊക്കെ മാറ്റുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ നേരെ പോയത്. പിന്നെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ തീർന്നിട്ട് നമ്മൾ സന്തോഷിക്കാമെന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്താമെന്ന് മാത്രമേ നമുക്ക് കഴിയൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുഴിപ്പള്ളി എത്തി കേട്ടോ. അവിടെ വണ്ടി വെക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു പാർക്കിംഗ് ഫീ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ പേയ്മെൻറ്റൊക്കെ അടച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്നേ. ഈ കാണുന്ന ബ്രിഡ്ജ് കണ്ടോ, ഇത് കയറാൻ വേണ്ടിയിട്ടാട്ടോ ശരിക്കും പറഞ്ഞ് ഞങ്ങൾ കുഴിപ്പള്ളിയിലേക്ക് വന്നത്. ഈ ബ്രിഡ്ജ് വന്ന കാലം തൊട്ടേ ഇത് കാണണം കയറണം എന്നൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, എന്തായിരിക്കും എങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ പേയ്മെൻറ്റൊക്കെ കൊടുത്തതേ കയറി കേട്ടോ ഇതിനകത്ത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഈ ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പ്രഗ്നൻറ്റ് ലേഡീസ്, ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് അവർക്കൊന്നും ഇതിൽ കയറാൻ പറ്റില്ല കേട്ടോ. ആദ്യത്തെ ഞാൻ വിചാരിച്ചിട്ടോ ഇത്രയും ഇങ്ങനെ നല്ല ഫ്ലോയിലാട്ടോ ഇത് കിടക്കുന്നത്. നമ്മൾ അറ്റത്തുനിന്ന് നോക്കുമ്പോൾ കരയിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാം, എന്തിനാ അങ്ങനെ റെസ്ട്രിക്ഷൻസ് എന്ന്. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ റെസ്ട്രിക്ഷൻസ് ഒക്കെ നല്ലതാണ്. കാരണം നമുക്ക് ഇവിടെ പിടിക്കാനോ ബാലൻസ് ചെയ്യാനൊന്നുമില്ല, പക്ഷേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ തിര നല്ല ഉയരത്തിൽ പൊന്തുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പൊന്തും കേട്ടോ. അപ്പോൾ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബാലൻസ് ഒന്നും കിട്ടില്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ കിടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കിട്ടിയ 10 മിനിറ്റ് ഞങ്ങൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ എൻജോയ് ചെയ്തിട്ടാ. അത് കഴിഞ്ഞതേ നേരെ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങി. ഇന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ, സൺഡേ ആയതുകൊണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലാട്ടോ വെള്ളത്തിലൊക്കെ കളിക്കുന്നത്. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള കുഞ്ഞു യാത്രകളൊക്കെ നമുക്ക് നല്ലതാണ് കേട്ടോ. അതാകുമ്പോൾ പല പ്രശ്നങ്ങളും നമ്മൾ മറന്നു പോകുമല്ലോ, കുറച്ച് എനർജറ്റിക്കും സന്തോഷമായിട്ട് ഇരിക്കാനും പറ്റും. അങ്ങനെ ഞങ്ങളും കുറേ നേരമൊക്കെ എൻജോയ് ചെയ്തിട്ടോ കടലിൽ. ആ പിള്ളേരെ പോലെ തന്നെയായിരുന്നു ഞങ്ങളും. അങ്ങനെ ഈവനിങ്ങിൽ ആ സൺസെറ്റും കൂടി ഞങ്ങൾ കണ്ടോ. കംപ്ലീറ്റ് ആയിട്ട് കണ്ടോന്ന് വെച്ചാൽ ഇല്ലാന്നാണ് കേട്ടോ പറയാം. ഞങ്ങൾക്കൊരു പരിപാടി അല്ലാതെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കണ്ടിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.